പാർലമെന്റിൽ പറഞ്ഞാൽ സഭാരേഖയാണ്. ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചോ അതൊക്കെ സഭാരേഖയിലുണ്ടാവും. അമിത്ഷാ പറഞ്ഞത് നിങ്ങളിങ്ങനെ ദിവസേന അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം നല്ല ദൈവത്തിന്റെ പേരും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ ആ സവർണ മനസ്സ് പുറത്തിയാടുക. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അംബേദ്കർ പറയുമ്പോൾ ഡോക്ടർ അംബേദ്കർ കോൺഗ്രസ്സുകാരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ വിമർശകനായിരുന്നു. ചില ഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയെ പോലെ അത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവ്, ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ കൂറ് അതെന്നും കോൺഗ്രസ് മാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ സുപ്രധാന പങ്ക് കോൺഗ്രസ് അംഗീകരിച്ചു. പറയുമ്പോൾ കോൺഗ്രസിനെ എതിർത്ത കാലത്ത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരുപാട് ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അംബേദ്കറെ തെരഞ്ഞെടുത്തത്? അംബേദ്കറുടെ ഇന്ത്യയോ